ശ്രീ വി ആർ സുനിൽകുമാർ. സാർ, 2005-26 വർഷത്തെ സംസ്ഥാന ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ പിന്താങ്ങും. സാർ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് RSS അജണ്ടകൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധമായിട്ട് തന്നെയാണ് ഈ ബജറ്റിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ഫാസിസത്തിൻ്റെ ഒന്നാം ഘട്ടം രാഷ്ട്രീയ അധികാരമായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടം ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഇന്ത്യയിലെ വിദ്യാർത്ഥികളെയും കൊച്ചുമക്കളെയും വർഗീയവൽക്കരിക്കപ്പെടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നാളുകളിൽ RSSൻ്റെ അജണ്ട കൃത്യമായിട്ട് നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾവാൾക്കാർ വിചാരധാരയിൽ 25-ാം അധ്യായത്തിൽ ആഹ്വാനം ചെയ്യുന്നത് അധ്യാപകരോട് വിദ്യാഭ്യാസ രംഗം മാറണമെന്ന് ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഹിന്ദുവിനെ ഉണർത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും RSSൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ട വിചാരധാരയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള പാഠപുസ്തകങ്ങളിൽ ഉണ്ടാകുന്ന കാവ്യവൽക്കരണവും ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങൾക്കുണ്ടാകുന്ന കാവ്യവൽക്കരണവുമെല്ലാം നാം തിരിച്ചറിയുമ്പോഴാണ് നാളെ എന്തായിരിക്കും നമ്മുടെ നാട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാകാൻ പോകുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള സമരങ്ങളെയും എല്ലാം തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് ഇന്ത്യാ ചരിത്രത്തിൻ്റെ കേന്ദ്ര പദവിയിൽ അവരോധിക്കപ്പെടുന്നത് സവർക്കറെ പോലുള്ള RSSകാരാണ്, ഗോഡ്സെ പോലുള്ള RSSകാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അവിടെ നമ്മൾ തിരസ്കരിക്കപ്പെടുന്നത് മഹാത്മാവായിട്ടുള്ള ഗാന്ധിജിയും ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഡോക്ടർ BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ വിദ്യാഭ്യാസത്തിന് നൽകിയ നേട്ടവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടങ്ങളിൽ നമ്മുടെ മതേതരത്വ സമൂഹത്തെയും മതസ്ഥ ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെയും എല്ലാം തന്നെ തിരസ്കരിക്കപ്പെടുന്ന രീതിയിലുള്ള ചരിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരവും ഝാൻസി റാണിയെയും താന്തിയ തോപ്പിയെയും നാനാ സാഹിബിനെയും എല്ലാം മറന്നുകൊണ്ടുള്ളൊരു ചരിത്രമാണ് നമുക്ക് ഇടയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ആ ചരിത്രത്തെ മാറ്റി എഴുതുമ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത് RSSകാരൻ്റെ കൃത്യമായിട്ടുള്ള അവരുടേതായിട്ടുള്ള സവർണ ബ്രാഹ്മണിക്കൽ അജണ്ടകളും ഇന്ത്യൻ ഭരണഘടനയെ തിരുത്തിക്കൊണ്ട് മനുസ്മൃതിയിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഇന്നലകളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠങ്ങൾ നമ്മുടെ കൊച്ചുമക്കൾ നാളുകളിൽ RSSകാരൻ്റെ ചരിത്രമായിട്ട് മാറ്റപ്പെടുമ്പോൾ നാം കാണുന്നത് നമ്മുടെ പുസ്തകങ്ങളെല്ലാം കാവ്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് പ്രതിരോധമാണ് ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിയെഴുതാൻ ശ്രമിക്കുന്ന മനുസ്മൃതി ഭരണഘടനയാക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പഠിപ്പിക്കുവാനാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങളായിട്ടുള്ള വാക്കുകൾ പഠിപ്പിക്കുവാനാണ്. ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, സമത്വം, സാഹോദര്യം എന്നുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും നമുക്ക് ഉള്ള മൗലിക അവകാശങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുവാനാണ് കേരളത്തിലെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇതൊരു പ്രതിരോധമാണ് സാർ. നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ചൈതന്യമാണ്, ആശയവിനിമയമാണ്, അത് നമ്മുടെ സംസ്കാരമാണ്. അതിലേക്കുള്ള അധിനിവേശമാണ് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മളിലേക്ക്, നമ്മുടെ പുസ്തകങ്ങളിലേക്ക്, നമ്മുടെ സാഹിത്യങ്ങളിലേക്ക്, നമ്മുടെ സംസ്കാരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ RSSൻ്റെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ നമുക്കിടയിലേക്ക് കടന്നു വരുന്നു. നാളുകളിൽ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതും പഠിക്കാൻ പോകുന്നതുമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് ഹിന്ദി ഭാഷയിലൂടെ RSSൻ്റെ അജണ്ടകളായിട്ട് നമുക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയെല്ലാം തന്നെ പ്രതിരോധിക്കുവാൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള
ഒന്ന് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് അന്ധവിശ്വാസം കൊണ്ട് അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നമ്മുടെ ശാസ്ത്രബോധത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന രീതിയിലേക്കാണ് വരുന്നത്. അമർ ചിത്രകഥകൾ കൊണ്ട് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കുവാനുള്ള ശ്രമമാണ് നമ്മുടെ പുസ്തകങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പാഠപുസ്തകങ്ങളിലൂടെ അമർ ചിത്രകഥകൾ പഠിപ്പിച്ചുകൊണ്ട് രാമായണത്തിലെ പുഷ്പക വിമാനവും ഗണപതിയുടെ ശാസ്ത്രവും എല്ലാം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ITM മേധാവി ഉൾപ്പെടെ ഗോമൂത്രം കഴിച്ചാൽ പനി മാറുമെന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ശാസ്ത്ര അവബോധത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശാസ്ത്ര അവബോധത്തിലൂടെ ഒരു സമൂഹത്തെ ഈ RSSൻ്റെ ഏതായിട്ടുള്ള രാമായണ കഥകളെയും മഹാഭാരത കഥകളെയും എല്ലാം തിരസ്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് ശാസ്ത്ര അവബോധത്തിലേക്ക് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനുള്ള വലിയൊരു ശ്രമമാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ മറ്റൊന്നും തന്നെയല്ല. നാളെ നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയെ തീർച്ചയായിട്ടും കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ മാറ്റങ്ങളാണ് ഈ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഇന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് വിദ്യാകിരണത്തിൽ എത്തി നിൽക്കുന്ന പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പാഠപുസ്തകങ്ങളിലൂടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെയുള്ള മാറ്റങ്ങൾക്കനുസൃതമായിട്ട് ലോക വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ ഏതായിട്ടുള്ള നേട്ടമായിട്ട് തന്നെയാണ് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. കുട്ടികൾ എവിടെ പഠിക്കാൻ പോകുമ്പോഴും അവിടങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു സ്ഥാനമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ നേട്ടമായിട്ട് തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. സാർ, ഭിന്നശേഷി കുട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി കായിക മേഖലയിലും മാറ്റം വരുത്തുന്നതിന് ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവലിന് അംഗീകാരം നൽകിയതിന് സാർ അഭിനന്ദിക്കുകയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകൾ സ്ഥാപിക്കുക മാത്രമല്ല അവ പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് പ്ലാനിംഗ് ബോർഡ്, കൈറ്റ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്നിവയുടെ സഹായത്തോടെ പരിശോധന സമിതികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. സാർ, പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ കരട് ചട്ടക്കൂട് ജനകീയ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് ഈ സർക്കാരിൻ്റെ ജനകീയ കാഴ്ചപ്പാടാണ് സാർ വെളിവാക്കുന്നത്. സാർ, ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചിട്ടുള്ള നിരവധി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജനകീയ ആസൂത്രണത്തിനും വലിയ പങ്ക് വഹിക്കാനുണ്ട്. ജനകീയ ആസൂത്രണത്തിലൂടെ ഏറ്റവും അടിത്തറയിലുള്ള സമൂഹത്തിന് വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനും മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടുവാനുമുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായിട്ടും അതിൻ്റെ നേട്ടങ്ങളിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 14-ാം പഞ്ചവത്സര പദ്ധതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി പൗരസേവന വിതരണം ശക്തിപ്പെടുത്തുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനും കാലത്തിനനുസൃതമായുള്ള പ്രൊജക്റ്റുകൾ തയ്യാറാക്കി നടപ്പിലാക്കുവാനും തദ്ദേശ സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സാർ, മാലിന്യവും മയക്കുമരുന്നും നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിഷയമാണ്. മാലിന്യം പരിസ്ഥിതിയുമായിട്ടുള്ള വിഷയങ്ങളെയും ആരോഗ്യപരമായിട്ട് നമ്മളെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയങ്ങൾ എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അതിനെല്ലാം മാറ്റം വരുത്തിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 2024 രാജ്യത്ത് ഏറ്റവും അധികം മയക്കുമരുന്ന് വേട്ട നടന്നത് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലാണ്. തൊട്ടുപിറകിൽ രാജസ്ഥാനും മധ്യപ്രദേശും എന്നിവയും ആണ് പിന്നാലെ വരുന്ന സർക്കാരുകളെന്ന് നാം തിരിച്ചറിയണം. കഴിഞ്ഞ വർഷം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ 8 മയക്കുമരുന്ന് വേട്ടകളിൽ 4 നടന്നത് ഗുജറാത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അതിർത്തി പ്രദേശമായ കർണാടകയിലെ മംഗലാപുരത്ത് 37.870 ഗ്രാം MDMA-യുമായി 2 ദക്ഷിണാഫ്രിക്കൻ യുവതികളാണ് പിടിയിലായത്. അതിന് 75 കോടി രൂപയാണ് വിപണിയിൽ മൂല്യം കണക്കാക്കുന്നത്. നമ്മുടെ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം മയക്കുമരുന്ന് ശൃംഖലകൾ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇച്ഛാശക്തിയോടുള്ള പ്രവർത്തനം ഇതിനെ നിയന്ത്രിക്കുന്നതിന് ശ്രമിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. അതിന് മന്ത്രിയെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. സാർ,
ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അരക്ഷിതാവസ്ഥയും കൊലപാതകങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നതിന് സമൂഹം ഒന്നായ കൂട്ടായ്മയും ബോധവൽക്കരണവും അനിവാര്യമാണ് സാർ. തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ എക്സൈസ് വിഭാഗത്തെ ശാക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യവും കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. 1960 സ്റ്റാഫ് പാറ്റേണാണ് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിന് ജനസംഖ്യാനുപാതികമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചിട്ടും എക്സൈസ് ഓഫീസിൽ വേണ്ടത്ര നവീകരണ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്തുന്ന ആളുകളുടെ ലൊക്കേഷൻ കിട്ടാനുള്ള സജ്ജീകരണങ്ങളും നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഓൺലൈൻ വഴിയുള്ള മയക്കുമരുന്ന് വിൽപ്പന തടയുന്നതിന് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ഉൾപ്പെടുത്തുന്ന സൈബർ നിയമങ്ങൾ കൂടി നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സാർ, മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട കൊച്ചുമക്കളെ, കുട്ടികളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന രീതി തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നാളുകളിൽ നമ്മുടെ കുട്ടികളെ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി നിർത്താതെ ഈ സമൂഹത്തിന് മുന്നിൽ നല്ല മക്കളായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസും കൊണ്ടുവരുന്ന രീതികൾ, മാധ്യമങ്ങളും അത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും നാളെ ഈ കുട്ടികൾ ക്രിമിനലായിട്ട് വളരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുണ്ടാകുന്ന പ്രവണതകളെ കൂടി തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ മാധ്യമങ്ങൾ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടേതാണ് മക്കളെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കണമെന്ന് മാധ്യമങ്ങളോടും അതുപോലെ തന്നെ എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ആവശ്യമായ സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സ്, ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ജില്ലാതലത്തിൽ കുട്ടികൾക്കും വനിതകൾക്കുമായി പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഹെൽത്ത് ടെസ്റ്റ് മാസത്തിൽ ഒരിക്കൽ നടത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരുവാൻ കൂടി ശ്രമിക്കണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. സമയം വൈകി എന്നുള്ളത് കൊണ്ട് മറ്റു തൊഴിലിലേക്ക് കിടക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന് ഇതിൽ പറയാനുള്ളൂ. ഇതിൽ പറയുന്ന എസ്.എൻ. സുബ്രഹ്മണ്യം പറഞ്ഞ വാക്കുകൾ മാത്രം ഞാൻ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന മോദി സർക്കാരിനെതിരായിട്ട് നമ്മുടെ നിയമങ്ങൾ ഭേദഗതി വരുത്തിക്കൊണ്ട് തൊഴിലാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിനെതിരായിട്ട് നമുക്ക് പറയാനുള്ള തീർച്ചയായിട്ടും കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള പോരാട്ടം തന്നെയാണ്. എസ്.എൻ. സുബ്രഹ്മണ്യന്റെ വാക്കുകൾ കോർപ്പറേറ്റുകൾ എങ്ങനെയാണ് മോദി സർക്കാർ കൊണ്ടുപോകുന്നത് എന്ന് നാം മനസ്സിലാക്കുകയാണ്. വീട്ടിലിരുന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എത്ര നേരം നിങ്ങൾ ഭാര്യയെ നോക്കിയിരിക്കും? ഭാര്യമാർക്ക് എത്ര നേരം ഭർത്താവിനെ നോക്കിയിരിക്കാനാകും? ഓഫീസിലേക്ക് പോകൂ, പണിയെടുക്കൂ. രാജ്യത്തെ പ്രമുഖ ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് സമുച്ചയം ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ മേധാവി എസ്.എൻ. സുബ്രഹ്മണ്യം തന്റെ തൊഴിലാളികൾക്ക് നൽകിയ നിർദ്ദേശമാണിത്. നിങ്ങളെ കൊണ്ട് ഞായറാഴ്ചകളിൽ പണിയെടുപ്പിക്കാൻ ഞാൻ